സമഗ്ര എന്ന റിസോഴ്സ് പോർട്ടലിനെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമഗ്ര ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണമാണ് ഈ വീഡിയോ വഴി നൽകുന്നത്. സമഗ്ര ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ, മോസില ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ക്രോമിയം, ഇത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. സാധാരണയായിട്ട് മോസില ഫയർഫോക്സ് ആണ് വെബ് ബ്രൗസറായിട്ട് നാം ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി നല്ലത് നമുക്ക് സമഗ്ര ലഭിക്കാൻ ക്രോമോ അല്ലെങ്കിൽ ക്രോമിയോ ആയിരിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ബ്രൗസറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സമഗ്രയിലേക്ക് കയറാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഗൂഗിൾ ക്രോം ബ്രൗസർ തുറന്നു. സമഗ്രയുടെ അഡ്രസ്സായ samgra.kite.kerala.gov.in ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സമഗ്രയുടെ ഫസ്റ്റ് ഇൻ്റർഫേസ് അവിടെ തുറന്നു വരും. അവധിക്കാല സന്തോഷങ്ങൾ കാണിക്കുന്ന ഒരു ഫസ്റ്റ് ഇൻ്റർഫേസാണ് നമുക്കവിടെ തുറന്നു വരിക. മൗസ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അവിടെ കാണാൻ പറ്റും. എഡ്യൂട്ടൈൻമെൻറ്റ്, ഈ റിസോഴ്സ്, ജനറൽ റിസോഴ്സ്, ഈ റിസോഴ്സ്, ക്വസ്റ്റ്യൻ പൂൾ, ടെക്സ്റ്റ് ബുക്ക് എന്നിവയാണവ. സമഗ്ര നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ലോഗിൻ ലഭ്യമാണ്, മറ്റാർക്കും ലോഗിൻ ലഭ്യമല്ല. എന്നാൽ പബ്ലിക് വ്യൂവും ഇതിൽ ലഭ്യമാണ്. ഇതിലുള്ള റിസോഴ്സുകളും മറ്റ് കാര്യങ്ങളും വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കോ മറ്റ് പബ്ലിക്കിനും അവൈലബിൾ ആണ്. അതിന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് അത്തരം റിസോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പൂൾ നോക്കാൻ പറ്റും. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതിന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനായി മൗസ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്നു. ഇവിടെ കാണുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആദ്യം നോക്കാം. ഹാർഡ് കോപ്പി ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വഴിയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ PDF കോപ്പി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതിൽ വ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ മീഡിയം ചോദിക്കും. മീഡിയം നമുക്ക് 4 മീഡിയമാണുള്ളത്: മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ. നമ്മളെ മീഡിയം ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 10ാം ക്ലാസ്സാണ് എടുക്കുന്നത്. അതിനുശേഷം സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് എടുക്കാം. നമുക്ക് ഹിന്ദി എടുക്കാം. ഉണ്ടോ, ഒറ്റ പാർട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കേരള ഹിന്ദി. ഈ ഹിന്ദി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ICT 2 പാർട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏത് പാർട്ടാണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഈ ഡൗൺലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡായി വരും. കണ്ടോ, ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്ന് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടേക്ക് ഞാൻ ഡെസ്ക്ടോപ്പിൽ കൊടുത്തു. പേരൊന്നും മാറ്റുന്നില്ല, സേവ്. അതോടുകൂടി ഈ ഫയൽ എൻ്റെ ഡെസ്ക്ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടിയില്ലെങ്കിലും എനിക്കിപ്പോൾ ഈ PDF കോപ്പി ഉപയോഗിച്ച് എനിക്കെൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരമൊരു സൗകര്യം നമുക്കിപ്പോൾ സമഗ്രയിൽ ലഭ്യമാണ്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി തിരിച്ച് വീണ്ടും അതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് പോകുന്നതിലേക്കായിട്ട് സമഗ്ര എന്ന് പറയുന്ന ഈ എഴുതിയിരിക്കുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് കണ്ടു. രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ റിസോഴ്സസ്. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകൾ, വീഡിയോകൾ തുടങ്ങിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന സെയിം വിൻഡോ തന്നെയാണ് ലോഗിൻ ചെയ്താൽ നമുക്ക് ഇവിടെയും കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് റിസോഴ്സ് കാണുക നമുക്ക് നോക്കാം. വ്യൂവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ വിൻഡോ ആണ് ഇവിടെ വരിക. അവിടെ മീഡിയം സെലക്ട് ചെയ്യേണ്ട. ആദ്യം ഞാൻ മലയാളം തന്നെ എടുത്തു. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്തു. അതിനുശേഷം സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ലോഡ് ചെയ്യുന്നുള്ളൂ. സബ്ജക്റ്റ് ഞാൻ കെമിസ്ട്രി എടുത്തു. ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്റർ എടുത്തു. ഏതെങ്കിലും ഒരു ടോപ്പിക്, സബ്ഷെൽ, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം റിസോഴ്സുകൾ നിലവിൽ സമഗ്രയിലുണ്ടെന്ന് ഇവിടെ കാണിക്കും. ആദ്യം കാണിക്കുന്ന വീഡിയോസാണ്. ഉണ്ടോ, മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചപ്പോൾ തന്നെ വീഡിയോസ് ഒന്ന് കാണിക്കുന്നുണ്ട്. 4 വീഡിയോസ് ഉണ്ട്. ഓഡിയോ ഇല്ല. 45 ചിത്രങ്ങളുണ്ട്. ഇൻട്രാക്റ്റീവായിട്ടുള്ള 8 കണ്ടൻറ്റുകളുണ്ട്. മറ്റ് ഡോക്യുമെൻറ്റുകളായിട്ട് 4 കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. എപ്പോഴും ഡിഫോൾട്ടായിട്ട് വീഡിയോ ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. നമുക്ക് ചിത്രമാണ് വേണ്ടതെങ്കിൽ ചിത്രത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. മിക്കവാറും ക്രോഡീകരണങ്ങളാണ് അധികം ഉള്ളത്. ടേബിൾ വർക്ക്ഷീറ്റ് എടുത്ത്
ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ വന്നു, നമ്മുടെ വിൻഡോയിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക. ചെറിയ ഒരു ഇമേജാണ്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വന്നുള്ളത്. വീഡിയോ ആണെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഇനി വീണ്ടും നമുക്ക് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്രകാരം നമുക്ക് ഏത് ക്ലാസ്സിലെ റിസോഴ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ കഴിയും. നമുക്കതിന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തിരിച്ചു പോവാം. സമഗ്രയിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൽ നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ പോളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി, ഈ റിസോഴ്സ് നോക്കി. ഇനി ക്വസ്റ്റ്യൻ പോൾ അതിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ പോളിൽ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ആദ്യം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഹൈസ്കൂൾ ആയതുകൊണ്ട് SSC, HSC അല്ല, HSC ഹയർ സെക്കൻഡറി ആണ്. സെക്കൻഡറി സ്കൂളാണ് SSC. ക്ലാസ് 10 എടുത്തു. സബ്ജക്റ്റ് ഞാൻ കെമിസ്ട്രി തന്നെ എടുക്കണം. ലാംഗ്വേജ് മലയാളം. ചാപ്റ്റർ 1 കണ്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ SCERT പരിശോധിച്ച് അംഗീകരിച്ച ചോദ്യങ്ങൾ ഇവിടെ കാണിച്ചു തരും. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് പരിശീലനത്തിനൊക്കെ നൽകാവുന്നതാണ്. ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഷോ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഹിൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചില ചോദ്യങ്ങളിലൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും സാധിക്കും. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പ്രിൻ്റിലേക്കാണ് പോകുന്നത്. നമ്മളെ പ്രിൻ്റർ കണക്ട് ചെയ്ത് അതിൽ പേപ്പർ ഇട്ട് കൊടുത്ത് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്വസ്റ്റ്യൻസ് പ്രിൻ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ഞാനത് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 സൗകര്യങ്ങൾ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ലഭിക്കുന്നത്. തിരിച്ചു പോകുന്നു. ഇനിയും ഇവിടെ കാര്യങ്ങളുണ്ട്. അവധിക്കാല സന്തോഷങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ വെക്കേഷനിൽ കൊടുത്ത ഭാഗങ്ങളാണ് ഈ എഡ്യൂട്ടൈൻമെൻറ്റ്, ഈ റിസോഴ്സ് ഫോർ കിഡ്സ് ഇതിൽ കാണുന്നത്. പിന്നെ ജനറൽ റിസോഴ്സ് പറഞ്ഞാൽ സ്റ്റോറീസും വീഡിയോസൊക്കെയാണ്. അത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നിലവിൽ അത്ര കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പ്രധാനപ്പെട്ടത് ഈ 3 ഓപ്ഷൻസാണ്. ഈ റിസോഴ്സ്, ക്വസ്റ്റ്യൻ പോൾ, ടെക്സ്റ്റ് ബുക്ക്. ഇവയാണ് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത്. അത് നമ്മളിപ്പോൾ എങ്ങനെ എടുക്കാം, എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇതുവരെ നാം പരിചയപ്പെട്ടത് സമഗ്രയിൽ ലോഗിൻ ചെയ്യാതെ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് പബ്ലിക്കിനും ടീച്ചേഴ്സിനും ഒരുപോലെ അവൈലബിൾ ആവുന്ന സൗകര്യങ്ങൾ. ഇനി അധ്യാപകർക്ക് മാത്രം ലഭ്യമാകുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നോക്കുന്നത്. ഇതിനായി നമുക്ക് സമഗ്രയിൽ ഒരു ലോഗിൻ, അതായത് ഒരു അക്കൗണ്ട് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് സമഗ്രയിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഈ വിൻഡോയിൽ റൈറ്റ് സൈഡിൽ മുകളിൽ കാണാം ലോഗിൻ എന്നും കാണാം, സൈനപ്പ് എന്നും കാണാം. പുതുതായിട്ട് വന്ന അധ്യാപകരാണെങ്കിൽ നിർബന്ധമായിട്ടും സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് അവർക്കൊരു അക്കൗണ്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു അക്കൗണ്ട് എടുക്കാമെന്നുള്ളത് ആദ്യം നോക്കാം. ഈ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ തൽക്കാലം ഒരു പേര്, താൽക്കാലിക പേരാണ് കൊടുക്കുന്നു. യൂസർ നെയിം എന്നുള്ളത് അതെന്നായിക്കോട്ടെ. ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പല കമ്മ്യൂണിക്കേഷൻസും അതുവഴിയാണ് വരുന്നത്. കൂടാതെ സമഗ്രയിൽ നിങ്ങൾ പ്രൈമറി ഫീൽഡായിട്ട് സെറ്റ് ചെയ്യുന്നതും ഈ ഇമെയിൽ അഡ്രസ്സാണുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഇമെയിൽ അഡ്രസ്സ് തന്നെ അവിടെ കൊടുക്കുക. ഞാൻ തൽക്കാലം ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് മാത്രം. ഈ പ്രകാരം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. പാസ്വേഡ് എന്നുള്ളടുത്ത് നിങ്ങളുടെ ABCD ഇമെയിൽ ഇത് കൊടുത്തതുകൊണ്ട് ഇമെയിൽ ആൾറെഡി എക്സിസ്റ്റ്, ആരോ ഇങ്ങനൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇമെയിൽ ID ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പാസ്വേഡിൽ എന്ത് ചെയ്യുക, നമുക്ക് മിനിമം ഒരു 8 ക്യാരക്ടറെങ്കിലുള്ള ഒരു പാസ്വേഡ് നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യുക. 8 ക്യാരക്ടറുള്ള പാസ്വേഡ് ഇവിടെ വന്നു. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളെ പെൻ നമ്പർ നിർബന്ധമായി നൽകണം. പെൻ നമ്പർ ലഭ്യമാവാത്ത, അതായത് ഏത് സ്കൂളിൽ അപ്രൂവൽ ആവാത്ത അധ്യാപകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ കോഡിനോട് കൂടി 01 അല്ലെങ്കിൽ 02, ആദ്യത്തെ ആളാണെങ്കിൽ 01, രണ്ടാമത്തെ ആൾക്ക് 02 അങ്ങനെ കൊടുത്തിട്ട് ഒരു താൽക്കാലിക പെൻ നമ്പർ വെച്ചിട്ട് വേണം നമ്മളിതിൽ ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ്, പ്രൈമറിക്കാരാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ സബ്ജക്റ്റും നൽകണമെന്നില്ല, പ്രധാനമായിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് നൽകിയാൽ മതി. കാറ്റഗറി ഏതാണെന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. LP UP HS എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ ജില്ല കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, സ്കൂളും കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പലപ്പോഴും മൊബൈലിൽ നിന്ന് ചെയ്യുമ്പോൾ
ചിലപ്പോൾ ഈ കാറ്റഗറിയും ജില്ലയും മിസ്സായി പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ UP സെലക്ട് ചെയ്താൽ ചിലപ്പോൾ HS സെലക്ഷൻ കിടക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. കാരണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ സൈനപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഉടൻ തന്നെ ലോഗിൻ ചെയ്യാൻ കഴിയില്ല. ഈ സൈനപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അപേക്ഷ നിങ്ങളുടെ HMൻ്റെ ലോഗിനിലാണ് ചെന്ന് കിടക്കുക. അദ്ദേഹം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന ഡാറ്റകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ HMൻ്റെ ലോഗിനിലേക്ക് നിങ്ങളുടെ അപേക്ഷ ചെല്ലില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അങ്ങനെ HM നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലോഗിനിലേക്ക് കിടക്കാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഓക്കെ. ഒരിക്കലും താഴെ സമ്പൂർണ്ണ ലോഗിൻ എന്നുള്ളത് ഓണാക്കരുത്. ഇതെപ്പോഴും ഓഫായി കിടക്കേണ്ടത് തന്നെയാണ്. സമ്പൂർണ്ണ ലോഗിൻ എന്നുള്ളത് HMൻ്റെ ഒഫീഷ്യൽ ലോഗിനിലേക്കുള്ളതാണ്. ലോഗിൻ കൊടുക്കുന്നു. ലോഗിനായി കഴിഞ്ഞാലുള്ള വിൻഡോ ആണ് നമ്മൾ കാണുന്നത്. ഇതിലെല്ലാ ടാബുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള ടാബുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നുള്ളത്. അത് നോക്കുക, വെക്കേഷൻ ട്രെയിനിങ്. ഇത് നമുക്ക് വേണ്ടില്ല. വെക്കേഷൻ ട്രെയിനിങ്ങിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ലിങ്കായിരുന്നു അത്. നിലവിലിപ്പോൾ ആവശ്യമില്ല. ദെൻ ക്ലാസ് റൂം പ്രസൻറ്റേഷൻ. ഇതായിരുന്നു നമ്മൾ ലോഗിൻ ചെയ്യാതെ പുറത്ത് കണ്ട ഈ റിസോഴ്സ് എന്ന് പറഞ്ഞ വിൻഡോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട അതേ വിൻഡോ തന്നെയാണ് വരുന്നത്. കൂടുതൽ അതിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല. ദെൻ അപ്ലോഡ് റിസോഴ്സ്. നിലവിലിപ്പോൾ സമഗ്രയിൽ ഒരുപാട് ഡീറ്റെയിൽ റിസോഴ്സ് തന്നിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, സമഗ്രയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് അപ്ലോഡ് റിസോഴ്സ് എന്നുള്ളത്. നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ആദ്യം എപ്പോഴും റൈറ്റ് സൈഡിൽ നോക്കുക, മീഡിയ സെലക്ട് ചെയ്തു, ക്ലാസ് സെലക്ട് ചെയ്യണം. ഓക്കെ. അതുപോലെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഞാൻ ഓപ്ഷന് വേണ്ടിയിട്ട് കെമിസ്ട്രി തന്നെ എടുക്കുന്നു. ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ എടുക്കുന്നു. അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ സബ്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പുതുതായി ഉണ്ടാക്കിയ ഒരു ചിത്രമാവാം, ഒരു വീഡിയോ ആവാം, ഒരു പ്രസൻറ്റേഷൻ ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു PDF ഫയലാവാം. ഈ സാധനമാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ആ ഫയൽ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. അത് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തമ്പനെയിൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്കിവിടെ ചെറിയൊരു ചിത്രമാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ കണ്ടൻറ്റ് എന്താണോ അത് തിരിച്ചറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രമാണ് തമ്പനെയിലായിട്ട് കൊടുക്കേണ്ടത്. അതൊരു 150-100 സൈസ് തയ്യാറാക്കി അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആ സൈസ് തന്നെ വേണം, അതിൽ കൂടുതൽ എടുക്കില്ല. അത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് എന്താണ്, ആ കണ്ടൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുക്കണം. പിന്നെ നിങ്ങൾ കണ്ടൻറ്റ് പ്രയോറിറ്റി, അത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ ടാഗാണ് കാര്യപ്പെട്ടത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഏതൊക്കെ വേർഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നമ്മളുടെ കണ്ടൻറ്റ് കാണിക്കണം. അത്തരം വേർഡുകൾ ഇംഗ്ലീഷിലെ വേർഡുകൾ തന്നെ കൊടുക്കണം, വേറെ ലാംഗ്വേജിലാവരുത്. ഇംഗ്ലീഷിലെ വേർഡുകൾ സിംഗിൾ വേർഡുകൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടൻറ്റ് കാണിക്കുമ്പോഴുള്ള ഡിസ്കഷൻ എന്താണെന്നും അതിൻ്റെ കൺസോൾട്ടേഷൻ എന്താണെന്നും കൊടുക്കുക. കൂടാതെ ഹെൽപ്പ് ഫയലായിട്ട് ഓരോന്നും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. അതുപോലെ ഇതുമായി കൂടുതൽ വായനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ നൽകാം. അതിനുശേഷം സേവ് കണ്ടൻറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾ ഈ കണ്ടൻറ്റ് നിങ്ങളുടെ സെക്ഷനിൽ സേവ് ആവും. അതിനുശേഷം സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കണം. നിങ്ങളുടെ ഈ കണ്ടൻറ്റ് SCERT ഏതെങ്കിലും ഒരു വിദഗ്ധ സമിതി പരിശോധിച്ച് അത് അവരുടെ നോംസിന് ഓക്കെ ആണെങ്കിൽ അവർ അപ്രൂവൽ ചെയ്യും. അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കണ്ടൻറ്റ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗിൽ മാത്രമായിട്ട് ലഭ്യമാവുന്നതാണ് ഈ കണ്ടൻറ്റ്. ഇതാണ് കണ്ടൻറ്റ് അപ്ലോഡിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീണ്ടും നമ്മൾ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, നമ്മുടെ അപ്ലോഡ് ചെയ്ത റിസോഴ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. മൈ അപ്ലോഡ് റിസോഴ്സ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്ര റിസോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്രണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എത്രണ്ണം പബ്ലിഷ് ചെയ്യാത്തുണ്ട്, എത്ര അപ്രൂവലിന് അയച്ചു, എത്രണ്ണം അപ്രൂവ്ഡ് ആയി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലോഡായി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസോഴ്സ്, നമ്മുടെ മൈ അപ്ലോഡർ റിസോഴ്സ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അതിനുശേഷം വരുന്നതാണ് റിസോഴ്സ് ലിസ്റ്റ്. ഇത് നമുക്ക് അവസാനം പറയാം. ഇനി നമുക്ക് വേണ്ടത് ടീച്ചേഴ്സ് പ്ലാനാണ്, അതുപോലെ മൈ പ്ലാനും. അതായത് നമുക്കിവിടെ കിട്ടാൻ പോകുന്നതുള്ളത് ടീച്ചേഴ്സ് പ്ലാനുള്ളിൽ തന്നെ സമഗ്രാസൂത്രണമുണ്ട്, സൂക്ഷ്മാസൂത്രണമുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ നമ്മളെ രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ പുതിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും. നമുക്ക് ടീച്ചേഴ്സ് പ്ലാനിലേക്ക് ആദ്യം ചെല്ലുന്നു. അപ്പോൾ ഏത് മീഡിയം മലയാളം സെലക്ട് ചെയ്തു. ഞാൻ ക്ലാസ് 9-10 സെലക്ട് ചെയ്തു. അതിൽ കെമിസ്ട്രി എടുത്തു, ചാപ്റ്റർ 1 എടുത്തു. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുന്ന എല്ലാ ലേണിംഗ് ഔട്ട്കമും ഇവിടെ കാണും. ജസ്റ്റ് ഇതെടുത്തു. ഓക്കെ, ഇതെടുത്തു. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു വിൻഡോയിൽ
കണ്ടോ മൗസ് പോയിൻ്റ് അവിടെ കൊണ്ടുപോകുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന കൈയിൻ്റെ അടയാളം മാറും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ സമഗ്രാസൂത്രം കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. നിങ്ങൾക്കിത് തന്നെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. പക്ഷേ ആ അപ്രൂവലിന് അയക്കണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് താഴെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഇവിടെ വേണമെങ്കിൽ വരുത്താം. ഒന്നിലധികം എല്ലോകൾ ക്ലബ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിലേക്കാണ്. അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതുപോലെ തന്നെ ഈ കോളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അതിനുശേഷം സേവ് എന്ന് കൊടുക്കാം. നിലവിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരുത്താതെ ഒന്ന് സേവ് കൊടുത്താലും സേവ് ആവുന്നുണ്ട്. ഭാവിയിൽ ഒരു പക്ഷേ അത് മാറിയേക്കാം. സേവ് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടീച്ചേഴ്സ് പ്ലാനിൽ ചെയ്യാനുള്ളൂ. ഇനി ഇതിനകത്തേക്ക് പോകേണ്ടതില്ല. ഇനി നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ചെല്ലേണ്ടത് മൈ പ്ലാൻ എന്ന് പറഞ്ഞ ഇതിനകത്തോട്ടാണ്. ടീച്ചേഴ്സ് പ്ലാനിലാകെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളുടെ സമഗ്രാസൂത്രണം ഏതാച്ചാൽ അത് സെലക്ട് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്തു. അത്രേ അതിൽ ചെയ്യാനുള്ളൂ. അതിനുശേഷം മൈ പ്ലാനിലേക്ക് വന്നു. ഇവിടെയും ക്ലാസ് സെലക്ട് ചെയ്തു, ചാപ്റ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, കെമിസ്ട്രി സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ചാപ്റ്റർ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ നേരത്തെ കസ്റ്റമൈസ് ചെയ്ത ആ പേര് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ലോഡ് ചെയ്ത് വരും. ഇതാണ് ആ കസ്റ്റമൈസ് ചെയ്ത ഭാഗം എന്നുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതില്ല. നമുക്ക് PDF ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഈ പ്രിൻ്ററിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഡെസ്റ്റിനേഷൻ ഇവിടെ സേവ് ആസ് PDF എന്നല്ല. ചിലപ്പോൾ അവിടെ നിങ്ങളത് പ്രിൻ്റർ ആകുമ്പോൾ സെലക്ട് ചെയ്ത് കിടക്കേണ്ടാവുക. അത് മാറ്റിയിട്ട് സേവ് ആസ് PDF എന്നാക്കുക. സേവ് കൊടുത്താൽ നിങ്ങൾക്ക് എവിടെയാണോ, ഡെസ്ക്ടോപ്പിലാണോ ഹോമിലാണോ എവിടെ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് പ്ലാൻ, അതായത് സമഗ്രാസൂത്രം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മൈക്രോ പ്ലാനാണ്. മൈക്രോ പ്ലാൻ എടുക്കാനായി നിങ്ങൾ മൗസ് പോയിൻ്റ് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ യൂണിറ്റ് പ്ലാൻ്റെ പേര് കൊടുത്തതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ, ഇത് എഡിറ്റാണ്, ഈ പേനയുടെ ചിഹ്നം. രണ്ടാമത്തെ ഡിലീറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. മൂന്നാമത്തെ മൈക്രോ പ്ലാൻ, അതിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ മൈക്രോ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാ ആക്ടിവിറ്റിയും വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേണ്ട മാറ്റങ്ങൾ വരുത്താം. ചിലപ്പോൾ ആക്ടിവിറ്റി നിങ്ങൾക്ക് പുതിയത് കൊടുക്കാറുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ ഒരു ആക്ടിവിറ്റി മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആക്കി മാറ്റാം. ഏത് വേണമെങ്കിലും നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ഇതിൽ റിസോഴ്സ് എങ്ങനെ മാറ്റുന്നുള്ളതാണ്. കണ്ടോ, ഇതിലിപ്പോൾ നിലവിൽ ഇത്ര റിസോഴ്സാണ് കിടക്കുന്നുള്ളത്. ഇത് വേണ്ടിയിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ റിസോഴ്സ് ഒക്കെ ഒഴിവാക്കുകയാണ്. ഈ X മാർക്ക്, ഈ നീലക്കള്ളിയിലുള്ള Xൽ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഏത് റിസോഴ്സാണ് നമുക്ക് വേണ്ടതെങ്കിൽ കണ്ടോ, ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോസിലാണ് സെലക്ഷൻ കിടക്കുന്നത്, അതുകൊണ്ടാണ്. നമുക്ക് ചിത്രങ്ങളാവുണ്ടെങ്കിൽ ചിത്രങ്ങൾ എടുത്തു. ഓക്കെ, ഞാൻ വീഡിയോസ് എടുത്തു. ഈ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിവിടെ വരും. ഇനി അല്ല ചിത്രങ്ങളാവുണ്ടെങ്കിൽ ചിത്രങ്ങളെടുത്തു. കേട്ടോ, ഇവിടെ ഉണ്ട് ഈ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതവിടെ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ വന്നുള്ളത്. നിങ്ങളത് നോക്കിയെടുക്കുക ഏതാണ് വേണ്ടത്. നിങ്ങളുടെ ടീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സ് ഏതാച്ചാൽ ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം ഈ വീഡിയോ ഒഴിവാക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിക്കേണ്ടതുകൊണ്ട് സൈസ് കുറയ്ക്കണം. അതുകൊണ്ടാണ് വീഡിയോ ഒഴിവാക്കിയത്. ഈ 2 റിസോഴ്സ് ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അപ്ഡേറ്റ് കൊടുത്തു. ഇപ്പോൾ ഞാൻ എൻ്റെ TMനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് പ്ലാൻ കണ്ടോ, യൂണിറ്റ് പ്ലാൻ എടുത്തപ്പോൾ തന്നെ ഇനി പോകേണ്ടത് ഈ ഭാഗത്തല്ല പോകേണ്ടത്. കണ്ടോ, മൈ പ്ലാൻ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ. അല്ല, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ ഡാഷ്ബോർഡിലേക്ക് ചെല്ലുക, അവിടെ മൈ പ്ലാൻ എടുക്കുക. നേരത്തെ എടുത്ത പാഠം ഇവിടെ കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ലോഡിങ് കാണിക്കാത്തത്. ഇവിടെ ജസ്റ്റ് താഴത്തെ ഈ ചാപ്റ്റർ ഒന്ന് മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ എടുത്തിട്ട് വീണ്ടും ഒന്നാമത്തായി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും. അപ്പോൾ നമുക്കിനി വേണ്ടത് മൈക്രോ പ്ലാനാണ്. മൈക്രോ പ്ലാൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ വേണ്ട എഡിറ്റൊക്കെ വരുത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ HMന് അപ്രൂവലിന് വേണ്ടി അയച്ചു കൊടുക്കാം. സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഷുവറാണോ ചോദിക്കും. ഓക്കെ, കണ്ടോ, അതോടുകൂടി അത് പോയി HMന് സബ്മിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്ക് HMന് സബ്മിറ്റ് ചെയ്യാനുള്ളതിൻ്റെ വഴി. പക്ഷേ പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ക്ലാസ് റൂമിൽ നെറ്റ് കൃത്യമായി അവൈലബിൾ ആവില്ല. പലയിടത്തും നെറ്റ് വർക്കിംഗ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മൊബൈൽ വഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നം കാണും. അപ്പോൾ നമുക്കത് നെറ്റ് ഇല്ലാതെയും ഈ സാധനം നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അല്പം കഴിഞ്ഞ് നോക്കാം. അതാണ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഇപ്പോൾ നമ്മളിവിടെ ഒഴിവാക്കി വെച്ച 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു ഉണ്ടോ. ഇനി നിങ്ങൾക്ക് ഒരു യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സമഗ്രാസൂത്രം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഉണ്ടോ. നേരത്തെ കണ്ടെന്ന അതേ ടേബിളുകളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം ഫില്ല് ചെയ്ത് സേവ് കൊടുക്കുക. അല്ല, ഇത് ചെയ്തതിന് ശേഷം മാത്രമേ മൈക്രോ പ്ലാൻ ചെയ്യാവൂ ഉണ്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഇനിയിപ്പോൾ വേണ്ട കേസുകളല്ല. ഓക്കെ, ഇത് IT സർവേക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ലിങ്കുകളാണ്. ക്വസ്റ്റ്യൻ പൂൾ നമ്മൾ കണ്ടതാണ്. ഗോൾഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പെർവേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ലിങ്കാണ് രജിസ്ട്രേഷനിൽ. അതിപ്പോൾ ആക്റ്റീവ് അല്ല. ഇനി പ്ലാൻ കൺസോൾട്ടേഷൻ എന്നുള്ളത് എടുത്താൽ നമ്മൾ എത്ര പ്ലാൻ HMന് അപ്രൂവ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കണ്ടോ. ഞാൻ 2 പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ HM 2 അപ്രൂവ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്രൂവ് ചെയ്താൽ ഈ അപ്രൂവ്ഡ് എന്നുള്ള ഈ ഭാഗത്ത് ഇവിടെ കാണിക്കും. സബ്മിറ്റഡ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ TMാണ് ഇവിടെ സബ്മിറ്റ് ചെയ്തതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് മൈ പ്ലാനിൽ വന്ന് ഇവിടെ മാറ്റി ഈ മൈക്രോ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തൊന്ന് വലുതാക്കി പൂർണ്ണമായി എടുത്തതിന് ശേഷം ഇതിൻ്റെയും ഒരു പ്രിൻറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യാം. ഈ പ്രിൻ്ററിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് സേവ് ആസ് PDF സേവ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹോമിൽ എന്ത് ചെയ്യുക, നമ്മുടെ ആ TMൻ്റെ പേരെന്താ വെച്ചാൽ അത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡായി കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഒഴിവാക്കിയ ഒരു കേസായിരുന്നു ഞാൻ പോകുമ്പോൾ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞായിരുന്നു റിസോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലാസ് റൂമിൽ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കുന്നില്ല. അവിടെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഐഡിയ ട്രാൻസാക്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അത്തരം റിസോഴ്സുകൾ കാണിച്ചു കൊടുക്കുക, ആ റിസോഴ്സുകൾ മാത്രമായിട്ട് നമുക്കിനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ റിസോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിസോഴ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. മീഡിയ സെലക്ട് ചെയ്തു, ചാപ്റ്റർ സെലക്ട് ചെയ്തു, സബ്ജക്റ്റ് കെമിസ്ട്രി എടുത്തു, ചാപ്റ്റർ 1 എടുത്തു. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട റിസോഴ്സുകളെല്ലാം കണ്ടോ ഇവിടെ ലോഡായി വരുന്നുണ്ട്. 18 അല്ല ഉള്ളത്, അത് ലോഡാകുന്നുള്ളൂ. നമ്മൾ മൗസ് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് അത് ലോഡായി കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഏതൊക്കെയാ വെച്ചാൽ നമ്മുടെ TMമായി ബന്ധപ്പെട്ട റിസോഴ്സ് ഏതാണ് ഇതിലുള്ള വെച്ചാൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഉണ്ടോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന റിസോഴ്സിൽ ഇപ്രാവശ്യം ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഈ റൈറ്റ് സൈഡിലേക്ക് എത്തിക്കാം. അതിനുശേഷം നമ്മൾ തിരിച്ചറിയാനുള്ളൊരു പേര് ചാപ്റ്റർ 1_ എന്തുകൊണ്ട് നമ്മളുടെ എല്ലാ 1 ക്ലാസ് 1 എന്തെങ്കിലും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പേര് കൊടുക്കുക. ഇത് രണ്ടും വേണം, പേരും കൊടുക്കണം. ഇവിടെ നിന്ന് ഈ റിസോഴ്സ് ഇങ്ങോട്ട് ആടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് സേവായി കഴിഞ്ഞു ഉണ്ടോ. ഈ മൈ റിസോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ ആ റിസോഴ്സ് ലിസ്റ്റ് അവിടെ പേര് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ആരോ മാർക്കാണ് ഇത് കിടക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വിധവും നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണ് ഇതിൽ പരിചയപ്പെട്ടത്. ഇനി ഇതെങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ നെറ്റിൻ്റെ സഹായമില്ലാതെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്ക് ഇതിന് ശേഷം നോക്കാനുള്ളത്. അത് നമുക്ക് അതിലേക്ക് കിടക്കാം. ഇവിടെ ഓഫ്ലൈൻ വേർഷൻ അല്ലെങ്കിൽ നെറ്റില്ലാതെ ഉപയോഗിക്കുന്നതിലേക്കായി നമുക്ക് സമഗ്രയുടെ ഓഫ്ലൈൻ വേർഷൻ നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് സമഗ്ര തുറന്നു കഴിഞ്ഞാൽ, അതായത് സമഗ്ര ഫസ്റ്റ് വിൻഡോ സമഗ്ര അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വിൻഡോയിൽ കാണാം ലോഗിൻ്റെ തൊട്ട് പുറകിലെ ഡൗൺലോഡ്സിൽ samgra.deb എന്ന്. ഈ ഡെബ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സമഗ്രയുടെ ഓഫ്ലൈൻ വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ലഭ്യമായിരിക്കും. ഏകദേശം 143 MB സൈസുള്ള ഒരു ഫയലാണിത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷനിലെ ആക്സസറീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം സമഗ്ര കണ്ടോ. നമ്മൾ നേരത്തെ കാണുന്ന ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്, ഒറിജിനൽ ഓൺലൈൻ വേർഷൻ്റെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് സമഗ്ര വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലോഗിൻ കൊടുക്കാം. ഇവിടെയും ഓഫ്ലൈൻ വേർഷനിലും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പഴയ അപ്പം ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
പഴയ യൂസർ നെയിം പാസ്വേഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ടാവും. നേരെ ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞിട്ട് ലോഗിൻ കൊടുത്താൽ കിട്ടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഓഫ്ലൈൻ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ഈ ഓഫ്ലൈൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് ഓൺ ആക്കണം. അല്ലെങ്കിൽ നേരെ ഓൺലൈൻ വേർഷനിലേക്കാണ് കയറി പോവുക. അതുകൊണ്ട് ഈ ഓഫ്ലൈൻ എന്നുള്ള ടിക്ക് മാർക്ക് ഓൺ ആക്കിയിട്ട് വേണം ലോഗിൻ കൊടുക്കാൻ. എന്നാൽ പുതുതായി യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത അധ്യാപകരുടെ വിവരങ്ങൾ ഒരു പക്ഷേ ഇതിൻ്റെ ഡാറ്റാബേസിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ആദ്യത്തെ പ്രാവശ്യം ഈ ഓഫ്ലൈൻ ടിക്ക് ചെയ്യാണ്ട് ലോഗിൻ ചെയ്യണം. അതായത് ഈ സോഫ്റ്റ്വെയർ വഴിയൊന്ന് ഓൺലൈൻ ലോഗിൻ ചെയ്തിട്ട് ശേഷം ലോഗൗട്ട് ചെയ്യുക. അതിനുശേഷം വേണം എന്ത് ചെയ്യണം? അവർ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ഓഫ്ലൈൻ ടിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലാസ് റൂം പ്രസൻറ്റേഷൻ, ഇമ്പോർട്ട്, ടീച്ചേഴ്സ് പ്ലാൻ, മൈ പ്ലാൻ. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന നമ്മുടെ ഈ ടീച്ചേഴ്സ് പ്ലാനും മറ്റു കാര്യങ്ങളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ സമഗ്ര എടുത്തു. സമഗ്രയിൽ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡിൽ ചെല്ലണു. നേരത്തെ കണ്ട മൈ പ്ലാൻ എടുത്തു. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ പ്ലാനിലേക്കൊന്ന് പോകുന്നു. ഉണ്ടോ? അതിൽ മൈക്രോ പ്ലാൻ എടുത്തു. നമുക്ക് വേണ്ടത് മൈക്രോ പ്ലാൻ്റെ ഈ ഭാഗമാണുള്ളത്. ഇത് ക്ലിക്ക് ചെയ്തു. ഉണ്ടോ? ഇവിടെ 2 ഡൗൺലോഡ് ഓപ്ഷൻ നമുക്ക് കാണാം. മൗസ് പോയിൻ്റർ കൊണ്ടുപോയി വെച്ചാൽ നോക്കൂ, എക്സ്പോർട്ട് പ്ലാൻ ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ എന്ന് കാണാം. പിന്നെ ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ്. ഈ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഈ എക്സ്പോർട്ട് പ്ലാൻ ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ എന്നുള്ളത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ കണ്ട ഈ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഭാഗത്തിലേക്ക് ഈ സാധനം കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും നേരിട്ട് ഒരു പ്ലാൻ മാത്രം ക്ലാസ്സിൽ കാണിക്കാനുള്ള ഓപ്ഷനാണ് ഈ ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ളത്. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യണോ ചോദിക്കും. അത് ഡൗൺലോഡ് ആവും. ഈ ഡൗൺലോഡ് സൈസ് കുറയ്ക്കാനാണ് നേരത്തെ അതിലെ വീഡിയോസ് എല്ലാം നമ്മൾ ഒഴിവാക്കിയത്. ഓക്കെ. അതുപോലെ തന്നെ ഇതും ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യണോ ചോദിക്കും. ഓക്കെ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഡാഷ്ബോർഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. നമ്മൾ റിസോഴ്സ് ലിസ്റ്റ് പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു റിസോഴ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. മൈ റിസോഴ്സ് ലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. മീഡിയം ക്ലാസ് കെമിസ്ട്രി എടുത്തു. ഇതെടുത്തു. അതിലുണ്ട് റിസോഴ്സ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യൂ? നമ്മൾ ഡൗൺലോഡ് 6 നമ്മൾ ടീമുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള റിസോഴ്സുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് ആ റിസോഴ്സ് ലിസ്റ്റും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ആപ്ലിക്കേഷൻ ആക്സറീസിൽ സമഗ്ര എടുത്തു. ഇവിടെ ഉണ്ട്. ഓക്കെ. അതിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഇവിടെ ചെന്നു. കണ്ടോ? ഇമ്പോർട്ട് പ്ലാൻ. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് വലിച്ചിടാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഡൗൺലോഡ്സിലാണുള്ളത്. പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഫയലിൻ്റെ തൊട്ട് പുറകിലെ പ്ലാൻ _ എന്ന് പറഞ്ഞിട്ടാണ് ആ പേര് തുടങ്ങുക. നമ്മൾ ഈ സോഫ്റ്റ്വെയർക്ക് ഡൗൺലോഡ് ചെയ്ത നേരത്തെ കണ്ട ആ മൈക്രോ പ്ലാൻ. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്തു. നേരത്തെ അവിടെ കണ്ടില്ലേ എക്സ്പോർട്ട് പ്ലാൻ ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ എന്നുള്ളത്. അതിൻ്റെ പേര് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ പേര് പ്ലാൻ എന്ന പേരിലാണ് തുടങ്ങുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു. കണ്ടോ? പ്ലാൻ ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി. ഇതുമായി നമ്മൾ വേണ്ട റിസോഴ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എന്ത് ചെയ്തു? എടുത്തു. റിസോഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണാൻ RL എന്ന പേരിലാണ്, റിസോഴ്സ് ലിസ്റ്റ് എന്ന പേരിലാണ് കാണുന്നത്. അതും എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് നോക്കാം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ക്ലാസ് റൂം പ്രസൻറ്റേഷൻ എന്നുള്ള ആദ്യത്തെ റിസോഴ്സ് മാത്രം കാണാനുള്ള എടുത്തു. ചാപ്റ്റർ ഇവിടെ നമ്മൾ നേരത്തെ അതേ വിൻഡോ തന്നെയാണ്. ചാപ്റ്റർ സെലക്ട് ചെയ്തു. കെമിസ്ട്രി. സബ്ജക്റ്റ് എടുത്തു. ചാപ്റ്റർ പീരിയോഡ് ടേബിൾ എടുത്തു. ടോപ്പിക്ക് സബ്ഷെൽ എടുത്തു. ഓക്കെ. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിത്രം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ 5 ചിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ. ഇവിടെ ഡാഷ്ബോർഡിലേക്ക് ചെല്ലുന്നു. ഞങ്ങൾക്ക് പ്ലാൻ കാണണമെങ്കിൽ ടീച്ചേഴ്സ് പ്ലാൻ എടുത്തു. സബ്ജക്റ്റ് കെമിസ്ട്രി എടുത്തു. പീരിയോഡ് ടേബിൾ ഇലക്ട്രോൺ വിന്യാസം എടുത്തു. കണ്ടോ? നമ്മളെടുത്തുള്ള ആ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ യൂണിറ്റ് പ്ലാൻ കാണാൻ സാധിക്കും. കണ്ടോ?
ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൈക്രോ പ്ലാനും കാണാൻ സാധിക്കും. ഇപ്രകാരം നമുക്കിത് എന്ത് ചെയ്യാം, നമ്മളുടെ ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് പ്ലാനുകൾ കൊണ്ട് നടക്കേണ്ടതില്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ ഉണ്ടാവും. നമുക്ക് സമഗ്ര ഉപയോഗിക്കുന്ന പോലെ തന്നെ, ഓൺലൈൻ സമഗ്ര ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. ഓരോ പ്ലാനിനും സെപ്പറേറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഈ സോഫ്റ്റ്വെയർ തന്നെ എല്ലാ പ്ലാനും കൊണ്ടുവന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്ലാനും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമഗ്ര ഉപയോഗിച്ച് തന്നെ ഈ ഡിജിറ്റൽ റിസോഴ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ കണ്ട നേരത്തെ തോന്നുന്നുണ്ടായിരുന്നു നമുക്ക് ഡൗൺലോഡ് ഫോർ ഓഫ്ലൈൻ യൂസ് എന്ന് കണ്ടിരുന്നു. സോഫ്റ്റ്വെയർ അല്ല, ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പാഡ്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഞാനിവിടെ ഡൗൺലോഡ്സിലെ ഉണ്ട്. അത് തുടങ്ങുക സമഗ്ര എന്ന് തുടങ്ങിയിട്ടാണ് അതിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൗസിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. ഉണ്ടോ, പുതിയ ആ ഫോൾഡർ വന്നു, അതൊന്ന് തുറക്കുക. അതിലുള്ള ഈ index.html എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെറ്റിൽ തുറന്നു വരും. കണ്ടോ, നമ്മൾ നിലവിൽ വെച്ച 2 ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിസോഴ്സുകൾ അവിടെ കാണാം. ഇനി അതല്ല, നമുക്കതിൻ്റെ പ്ലാൻ കാണണമെങ്കിൽ ഈ വ്യൂ പ്ലാൻ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ പ്ലാനും നമുക്കിവിടെ ലഭ്യമാവും. നമ്മുടെ സൂക്ഷ്മാസൂത്രണവും നമുക്കിവിടെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇപ്രകാരം 2 രീതിയിൽ നമുക്കതിനെ ഓഫ്ലൈൻ രീതിയിലേക്ക് കൊണ്ടുവരാം. ഒന്നെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിലേക്ക് അതിനെ ഓരോ പ്ലാനിനെയും നമുക്ക് ഡൗൺലോഡ് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈനിൽ കയറി കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഓരോ ഫയലും ഡൗൺലോഡ് ചെയ്തിട്ട് അതുപോലെ അതിൻ്റെ റിസോഴ്സ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും സോഫ്റ്റ്വെയറിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സായിട്ട് കാണിക്കേണ്ടതാണെങ്കിൽ ഇപ്രകാരം ഫോർ ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇപ്രകാരം ഓരോ ക്ലാസ്സായിട്ട് എടുക്കാം. ഇതാണെങ്കിൽ നമ്മൾ ഓരോ ഫയലുകളും കോപ്പി ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റേതാണെങ്കിൽ അത് വേണ്ട, ആ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ തന്നെ കിടന്നോളും. അപ്പോൾ ഈ 2 പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സമഗ്ര ഉപയോഗിക്കാവുന്നതാണ്.